പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രിയെയും മരുമകൻ അരുണിനെയും ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി കെ.വി. പ്രവീണുമായി കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചന നടന്നെന്ന് സംശയിക്കുന്ന കൊച്ചിയിലെയും തൃശൂരിലെയും ഹോട്ടലുകളിലും പെരിങ്ങോട്ടുകര ക്ഷേത്ര പരിസരത്തെ പ്രവീണിന്റെ വീട്ടിലുമാണ് ബംഗളൂരു പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. കേസിലെ മറ്റു പ്രതികളുമായി ഇടപാട് നടത്തിയ വിവരങ്ങളടങ്ങിയ ഫോൺ നഷ്ടപ്പെട്ടതായാണ് പ്രവീൺ നൽകിയ മൊഴി. ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമവും നടത്തും. ദേവസ്ഥാനത്ത് പൂജയ്ക്കെത്തിയ യുവതിയെ മുഖ്യതന്ത്രി ഉണ്ണി ദാമോദരന്റെ മരുമകൻ ടി.എ. അരുൺ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് വരുത്തി തീർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കർണാടക സ്വദേശിനിയും മസാജ് പാർലർ ജീവനക്കാരിയുമായ രത്നയെയും കൂട്ടാളികളെയും തന്ത്രിയുടെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ മക്കളായ ശ്രീരാഗിനെയും സ്വാമിനാഥനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രത്ന നൽകിയ പീഡന പരാതിയിൽ ബംഗളൂരു പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കമാണ് ഗൂഢാലോചനയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു പ്രവീണിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത്. 5 മണിക്കൂർ തെളിവെടുപ്പ് നീണ്ടുനിന്നു.